ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു മീൻ തലക്കറി വെച്ചാലോ? അതിനുവേണ്ടി ഞാൻ കാളാഞ്ചിയുടെ തലയാണ് എടുത്തേക്കുന്നത്. ഇന്നലെ ഞാൻ കാളാഞ്ചിയുടെ ആ ഒരു എൻ്റെ ഫ്ലഷ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ലാതെ മീൻകറി രീതി. ഇത് അതിൻ്റെ തല ഞാനെടുത്ത് അവർ നല്ല നന്നായിട്ട് കട്ട് ചെയ്തതെന്ന് നല്ലതായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് പല ഭാഗങ്ങളായിട്ട് എടുത്ത് മുറിച്ചെടുത്തതാണ് കേട്ടോ. കാണാൻ പറ്റില്ല, രണ്ട് കണ്ണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എടുത്ത് സൂപ്പർ തലക്കറി വെക്കാം. ഈ രീതി നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കേ. അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു അരമുറി തേങ്ങ, നമുക്ക് എരിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഞാൻ 8 പച്ചമുളക് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്രയും പച്ചമുളക് കൂട്ടിക്കണം. അതാണ് നമ്മുടെ എരിവിന് ഉപയോഗിക്കുന്നത്. ഞാൻ 8 പച്ചമുളക് എടുത്തു, നല്ല എരിവുള്ള. പിന്നെ ഞാൻ എടുത്തത് ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, വാളൻപൊടി ഞാൻ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. ഉപ്പ് ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത്. അപ്പോൾ അത് എരിവ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പച്ചമുളക് കാടിയാണ്. പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നമ്മുടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അരപ്പ്. പിന്നെ നമുക്ക് കാണിക്കേണ്ടത് ഞാൻ കടുക് പൊട്ടിക്കാൻ നേരം ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് പിന്നെ പച്ചമുളകല്ല, നമ്മുടെ വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, തക്കാളി, ഇത് നമുക്ക് കടുക് പൊട്ടിക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പരച്ചുകൊണ്ട് വരാം. ഓക്കെ, എന്നിട്ട് അടുത്ത ജോലി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തേങ്ങ ആ ഒരു എടുത്ത് വെച്ച കൂട്ടല്ലേ, അത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. തരുതരാന്നല്ല, പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് പിന്നെ ചെയ്ത കടുക് പൊട്ടിക്കുന്നത് വേണമെങ്കിൽ ബാക്കി ലാസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ജോലിക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ആ പേസ്റ്റ് പോലുള്ള അരപ്പ് ഒഴിക്കുക, മീനിടുക, പിന്നെ തിളക്കി ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കടുക് പൊട്ടട്ടെ. നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് വഴറ്റി വെക്കാം. ഇനി നല്ലപോലെ വഴറ്റണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി. ഇത് നല്ലപോലെ ഒന്ന് വാടിയില്ല, പിന്നെ നമുക്ക് വേവാൻ സമയമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വാടി നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് അരപ്പൊഴിക്കാൻ, അല്ലെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് കുറയും. ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിക്കകത്ത് അടിച്ചും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ഗ്രേവി ഒന്ന് ഒഴിക്കാം. കണ്ടോ, ഇത് ഒഴിക്കുക, ഇത് തിളക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഗ്രേവി തിളച്ചിട്ട് നമുക്ക് പീസസ് ഇടാം. തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കണ്ടോ തിളച്ച് തുടങ്ങി. കണ്ടോ, സൈഡിൽ നിന്നെല്ലാം തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ ചെയ്യണം അറിയോ? ഓരോ പീസസ് ഇങ്ങനെ പറക്കിയിടും. ഇനി അത് അതിനകത്ത് കിടന്ന് നല്ലതുപോലെ വേവും. ഇനി ഇതിനകത്ത് എണ്ണ തെളിയോ, അല്ലെങ്കിൽ നമുക്ക് എത്ര ഗ്രേവി വേണം അത്രയും, എന്തോ ഒരു 5 മിനിറ്റ് വേണം മീൻ വേവാൻ. മീനല്ല, ഈ തലയുടെ ഭാഗം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും സമയം നമുക്ക് കുറുക്കിയെടുക്കുകയോ, അല്ലെങ്കിൽ ഗ്രേവി വേണമെങ്കിൽ സമയം കുറച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നെയ്യുള്ള ഒരു മീനാണ് ഈ കാളാഞ്ചി കേട്ടോ. മീൻകറി നല്ല ടേസ്റ്റാണ്, അതുപോലെ ആയിരിക്കും ഇത് തലക്കറി. അപ്പം ഇത് ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം കറക്റ്റ് 7 മിനിറ്റായി കേട്ടോ. 7 മിനിറ്റായപ്പം തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകി. ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, എല്ലാം കറക്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചത്, ഇപ്പം വേണമെങ്കിൽ ഈ ലാസ്റ്റിൽ കടുക് പൊട്ടിക്കുക. അതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാത്തിനകത്ത് മറ്റേ പുളിയെ ചേർക്കുന്നത്, ഇതിനകത്ത് വാളൻപുളിയാണ് ഞാൻ ചേർത്തത് തലക്കറിക്ക്.
അപ്പോൾ നല്ലതുപോലെ വെന്ത് ഇനിയും ചട്ടിക്കകത്ത് ഇരുന്ന് കുറുകും. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇനി അപ്പം ഇരുന്നൊരു കുറുകനുണ്ട്, അപ്പോഴത്തേക്ക് നല്ലതുപോലെ അങ്ങ് കുറുകി വരും. കണ്ടോ, സൂപ്പറായി ഉപ്പേരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാളാഞ്ചി തേങ്ങ അരച്ച തലക്കറി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.